നമ്മുടെ ഇന്നത്തെ യാത്ര ബാലിയിലേക്കാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. ടിമോർ ലെസ്റ്റെ എന്ന കൊച്ചു രാജ്യത്തെ കുഞ്ഞൻ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഡെൻപാസറിലേക്കുള്ള വിമാനം കയറുന്നത്. ഗരുഡ ഇന്തോനേഷ്യ എന്നു പേരുള്ള ഇന്തോനേഷ്യയുടെ നാഷണൽ കാരിയറിന്റെ ബഡ്ജറ്റ് എയർലൈൻ ആയിട്ടുള്ള സിറ്റി ലിങ്കിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഒരു എയർ ഏഷ്യ വിമാനത്തിലൊക്കെ എങ്ങനെയിരിക്കും അതിൻ്റെ ഉൾവശം, അതേപോലുള്ള ഒരു വൈബാണ് ഇതിൽ. അങ്ങനെ എക്കോണമി ക്ലാസ് മാത്രമേ ഉള്ളൂ, പ്രീമിയം എക്കോണമിയോ ബിസിനസ് ക്ലാസ്സോ അങ്ങനെ യാതൊന്നുമില്ല. 6 പേരാണ് ഒരു നിരയിൽ വരുന്നത്. സാമാന്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. സാമാന്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും മാഗസീൻസ് ഒക്കെ വച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ്. മാഗസീൻസ് ഒക്കെ ഉണ്ട്. മീൽസൊക്കെ പ്രീ ഓർഡർ ചെയ്യാനുള്ള, പ്രീ ബുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. 1 മണിക്കൂറുള്ള ഫ്ലൈറ്റാണിത്. എന്തായാലും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ടിമോർ ലെസ്റ്റെ എന്ന കൊച്ചു രാജ്യത്തോട് വിമാനത്തിൻ്റെ ചെറിയ ജനാലയിലൂടെ നോക്കി യാത്ര പറഞ്ഞ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ബാലിയിലേക്കാണ് യാത്ര. വളരെ ചെറിയ ഡ്യൂറേഷൻ മാത്രമുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫുഡ് കിട്ടുമോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ അവർ കറക്റ്റ് സമയമായപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ചെറിയ മീൽ ബോക്സ് നമ്മുടെ മുമ്പിൽ എല്ലാവർക്കുമായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മീൽസ് ഒന്നും പ്രീ ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും കഴിക്കുന്ന ആ സെയിം ഐറ്റം തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമുക്കും കിട്ടിയത്. ഓർഡറിങ് എന്നൊരു സംഭവം ഇല്ലല്ലോ. എന്തായാലും അപ്രതീക്ഷിതമായിട്ട് ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. റൈസും വെജ് കറിയും എന്തോ മീറ്റും ആണ് കേട്ടോ. ഇത് വെജ് കറിയാണ്, ഉള്ളിയും എന്തോ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള കറി, റൈസ്, പിന്നെ ഇത് ബീഫാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, ബീഫാണ്. ഓക്കെ, സമയം താമസിപ്പിക്കുന്നില്ല. 1 മണിക്കൂർ ഫ്ലൈറ്റാണ്. പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റാവണം. അങ്ങനെ കഴിച്ചൊക്കെ തുടങ്ങി. ബീഫ് തരക്കേടില്ലായിരുന്നു. വലിയ പീസൊക്കെ ആയിരുന്നു അന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലോണം ബോയിലൊക്കെ ചെയ്ത് സോഫ്റ്റായി. ഫുഡ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ കണ്ടെയ്നർ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ അതുപോലെ തന്നെ അങ്ങ് തിരിച്ചാക്കി കൊടുത്തു. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ബാലിയിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു.